ഇന്നത്തെ മന്ത്രിസഭാ യോഗം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് നിരവധി വർഷങ്ങളായി സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ലീക്കേജ് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അത് സർക്കാരിൻ്റെ പോർട്ടലിലുണ്ടാവും. മുഴുവൻ കാര്യങ്ങൾ, ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ അസറ്റുകളുടെയും ഒരു രജിസ്റ്റർ ഉണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ ക്യാപിറ്റൽ പ്രോജക്ട്സ്, മൂലധന, ആദ്യത്തെ കാര്യം പ്ലാൻ സ്പേസ് 2.0, പ്ലാൻ സ്പേസ് പ്രോജക്റ്റ് രജിസ്റ്ററാണ്. പ്ലാൻ അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിന് ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1900-ലധികം, ഏകദേശം 2000-ഓളം പ്ലാൻ പദ്ധതികളുടെ സാമ്പത്തികവും ഭൗതികവുമായ പുരോഗതി ഇതിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ജിയോ മാപ്പിംഗ് സംവിധാനമില്ല. പോർട്ടലിൻ്റെ സിംഗിൾ മാപ്പ് ലെയറിൽ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം, കോർഡിനേറ്റുകൾ, നടപ്പിലാക്കുന്ന ഏജൻസികൾ, ഇത് ചെയ്യുന്നത്, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിൻ്റെ സോഴ്സസ്, നിർമ്മാണ ഘട്ടങ്ങൾ, ഇതെല്ലാം ഈ പ്രോജക്റ്റ് രജിസ്റ്ററിലൂടെ എല്ലാ പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിൻ്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും പല രീതിയിൽ അത് തുടരുകയാണ്. പല സ്ഥാപനങ്ങൾ, പലരും ഡെപ്യൂട്ടേഷനിലൊക്കെ പോവുകയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും. അതെല്ലാം നമ്മളിന്ന് സമഗ്രമാക്കും. അത് ഒരേ സ്വഭാവമുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, സമഗ്രമാക്കും, ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിനുള്ള ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് ചെയ്യുന്നത്. പിന്നെ 4-മത്തെ കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിൻ്റെ ഭേദഗതിയും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ പല ആക്റ്റിൽ തന്നെ പരസ്പര വിരുദ്ധമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പ്രോജക്റ്റുകളും മറ്റതും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഭേദഗതി, നിയമപരമായ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടാകും. 5-മത്തെ, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ്സ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളെ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്. അതായത് ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ പരമ്പരാഗതമായ രീതികൾ പലപ്പോഴും പല ഫയലുകളായി പോകുന്നതിനും അനാവശ്യമായ പേപ്പർ സമർപ്പണത്തിനും ഒന്നിലധികം പരിശോധനാ ഘട്ടങ്ങൾക്കും അനാവശ്യമായ ഓഫീസ് സന്ദർശനങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോൾ നിർദ്ദിഷ്ട നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ സേവന നടപടികളെ ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് നടപ്പാക്കി കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും പദ്ധതികളുടെ കാര്യങ്ങളിൽ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ സർക്കാരുകളും ഓഫീസുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ
നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത്. അതുപോലെ പൊതുഭരണ വകുപ്പിൻ്റെ ഈ മുൻഗണനാ പദ്ധതി നിർവഹണത്തിനും വകുപ്പുകൾ പ്രയോറിറ്റി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നേരത്തെ 90 ഏക്കർ ഭൂമി ബ്രഹ്മോസ് എയറോസ്പേസ് നൽകിയിട്ടുണ്ടായി. അത് 180 ഏക്കറാണ് അവർക്ക് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ 90 കൊടുത്തിട്ടുള്ളൂ. 90 കൂടി കൊടുത്താൽ മാത്രമാണ് DRDOയിൽ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 90 ഏക്കർ കൂടി ബ്രഹ്മോസ് എയറോസ്പേസിന് നൽകിക്കൊണ്ട് DRDOക്കാണ് നമ്മളത് കൊടുക്കുന്നത്. ആ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ കെൽട്രോണിൻ്റെ അംഗീകൃത ഓഹരി മൂലധനം നിലവിലുള്ള 35 കോടി രൂപയിൽ നിന്നും 60 കോടി രൂപയായി ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വിജിലൻസ് ആയി G ശശീന്ദ്രനെ നിയമിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുപോലെ ലേബർ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാ ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ചൊരു തീരുമാനമെടുക്കും. ഡോക്ടർ KK രാമചന്ദ്രനെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്.